ഇത് നോക്കിയാൽ ഇപ്പോൾ നാടൻ കോഴിയുടെ പെരട്ടാണ് കേട്ടോ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ചിക്കൻ തോരനാണ്. അത് പറയില്ലേ, തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ്, അതാണ് ഇത്. ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടെന്ന്, ഇതാ കാണിച്ചു തരും. ചൂടാണല്ലോ, നോക്ക്, കണ്ട ശരിക്കും ഉണ്ടല്ലോ. ഇവിടുത്തെ ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ ഇതുപോലെ പൊടി കിട്ടുന്ന കടയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ചിക്കനേക്കായും സ്വാദാണ് ഈ പൊടി കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഇവിടുത്തെ ചിക്കൻ ഫ്രൈ കൊടുക്കുന്നത്. ഇതിന് 100 രൂപയാണ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പെരട്ടാണെങ്കിൽ അത് 90 രൂപയാണ്. ഇനി ഇത് കൂടാതെ ചിക്കൻ തോരനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനാണെങ്കിൽ 100 രൂപയാണ്. എല്ലാ സാധനങ്ങളും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല സ്വാദുമാണ്. അത് കൂടാതെ ഇങ്ങനത്തെ ചെറിയ പൈസയ്ക്കും അവർ കൊടുക്കണത്. ഇവിടെ എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. അവർ മനസ്സ് നിറഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം സന്തോഷത്തോടെ ആണ് കഴിക്കുന്നത്. അതിൻ്റെ മനസ്സിന് ഒരു നിറവും ഉണ്ടാവും. ആ നിറവോടാണ് നമ്മളിവിടുന്ന് യാത്ര പറഞ്ഞ് പോകുന്നത്. ഈ ഒരിക്കൽ കഴിച്ച പാർട്ടിക്കാർ വീണ്ടും ഇവിടെ തന്നെ വരും. അദ്ദേഹം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഒരാൾ +1 ഒരാൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക്. എന്നിരുന്നാലും അച്ഛനെ സഹായിക്കാൻ വേണ്ടി അവരും വരും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഒരു നാടൻ കോഴി പെരട്ടും തോരനും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തായിട്ടോ നിൽക്കുന്നത്, തമ്പുരാൻ തട്ടുകട. ഈ കടയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അച്ഛനും 2 മക്കളും കൂടെ ചേർന്ന് നടത്തുന്ന കടയാണ്. മക്കളെന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ മക്കളൊന്നുമല്ല, +1 പിന്നെ 10th ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാചകമൊക്കെ. അതുകൊണ്ടാണ് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ വൈകുന്നേരം നിന്ന്, ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് അങ്ങനെ, അതല്ലെങ്കിലും അവർ സ്കൂൾ വിട്ട് ഇവിടെ വന്ന് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന 2 മക്കളാണ്. അപ്പോൾ അവരുടെ കടയിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ഈ സ്ഥലത്തിന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, വിഴിഞ്ഞം എന്നാണ് പറയുക. വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ ഞാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, ലോകശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് വിഴിഞ്ഞം. ഇവിടെ ഒരു മുത്തുമാരിയമ്മൻ സ്കൂളുണ്ട്, ക്ഷേത്രമുണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് രതീഷേട്ടൻ്റെ ഈ തട്ടുകടയുള്ളത്. ഇപ്പോൾ അത് 3 വർഷമായി, 3 വർഷം കഴിഞ്ഞു. 3 വർഷം തന്നെയാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട്. മക്കളെ അത് കൊച്ചായിരുന്നു, ഇപ്പം ഇത്തിരി ആളായി. ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അതെ, 2 പേർക്കും പാചകത്തിനോട് ഭയങ്കര താല്പര്യമാണ്. ചെയ്യാറുണ്ട്. ഞാനൊന്ന് ശാലൊന്ന് ഒതുങ്ങി കൊടുത്താൽ അവർ ചെയ്തോളും. പാചകം അറിയാം. ഞാൻ കാറ്ററിംഗ് വർക്കിന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കാറ്ററിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്, സദ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യും, ഓർഡർ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കറക്റ്റ് 5:30 ഇവിടെ തുടങ്ങും. ഉച്ചയാകുമ്പോഴേ എല്ലാം വർക്ക് തുടങ്ങും. പക്ഷേ 5:30 മണിക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. പിന്നെ നമ്മൾ ഏകദേശം തീരും എപ്പോഴാണ് 10-10:30 ആകുമ്പോൾ തീരും. 11 മണി. ഞായറാഴ്ച ഞങ്ങൾ അവധിയാണ്. ദോശ, പൊറോട്ട, അപ്പം ഉണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു. പക്ഷേ പുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചൂടോടുകൂടി ലൈവ് കൊടുക്കും. അപ്പോൾ ലൈവ് നമുക്ക് പറ്റില്ല, തിരക്ക് കാരണം നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി. പൊറോട്ടയും ദോശ, ചിക്കൻ്റെ പെരട്ട്, ഫ്രൈ, തോരൻ. ഫ്രൈക്ക് നമ്മൾ ബ്രോയിലർ കോഴി തന്നെയാണ്, മറ്റേ നാടൻ കോഴിയാണ്. ഒന്ന് പോകുന്നുണ്ട് നല്ല രീതിയിൽ. ദൈവത്തിൻ്റെ സഹായം വരുന്നുണ്ട്. നല്ല അഭിപ്രായങ്ങളാണ്. അവർക്ക് ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമ്മളടുത്ത് പറയും, അത് നമ്മൾ തിരുത്തി കൊടുക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് കേട്ടോ. ആൾക്ക് പൊക്കമില്ലാന്നേ ഉള്ളൂ. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളെ ഇങ്ങനെ വാഴ ഇലയിലാണ് കിട്ടുക. എല്ലാം കറിയും എല്ലാ സാധനവും. പിന്നെ ഇതുപോലെ നോക്കി നല്ല ചൂട് ജീരകവെള്ളം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളായതുകൊണ്ടായിരിക്കും എനിക്കതൊക്കെ ഭയങ്കര പ്രത്യേകത. പിന്നെ അടുക്കളയായാലും ഇവിടെ ടേബിളായാലും എല്ലാം ഭയങ്കര ക്ലീനാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്നു, അതായത് ഒരു 5 മണി 5:15 ആകുമ്പോൾ ഞങ്ങൾ വന്നു. കട തുറക്കണതിന് മുന്നേ. അവർക്ക് അറിയില്ല ഞങ്ങൾ വീഡിയോ എടുക്കാൻ വരുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ പറയും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ചെന്നുകൊണ്ട് വൃത്തിയാക്കിയത്. അങ്ങനെയല്ല, നമ്മൾ വരുന്ന കാര്യം അവർക്ക് അറിയില്ല. പക്ഷേ ഇവിടെ എല്ലാം പക്കയാണ്. ഒരു ഫ്രണ്ടിലാണ് ഇവരെല്ലാം കുക്ക് ചെയ്യുന്നത്. റോട്ടിൽ കൂടി പോകുന്നവർക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാം വളരെ നീറ്റാക്കിയിരിക്കുന്ന ഒരു തട്ടുകട, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിള്ളേരായാലും ഒരു 5 മണി മുതൽ അവരിങ്ങനെ എല്ലാം കസേരകളും മേശകളും ഒക്കെ തുടയ്ക്കും ഇതാക്കുന്നു. ഇതാണ് നമ്മൾ കഴിക്കാൻ വന്ന ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ പെരട്ട്. കണ്ടോ, നാടൻ കോഴിയുടെ പെരട്ടാണ്. തിരുവനന്തപുരത്ത് പലയിടത്തും നമ്മൾ പോയപ്പോൾ കാണിച്ചു തന്നുണ്ട്. ഏറ്റവും ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊന്നും ഒരേ മാതിരിയത്തെ ടേസ്റ്റ് അല്ല കേട്ടോ. ഭയങ്കര ഡിഫറൻ്റ് ആണ് എല്ലാ സ്ഥലത്തും. ചിലയിടത്ത് കുറച്ച് എണ്ണയൊക്കെ കൂടുതലുള്ള അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ വേറൊരു തരമാണ്. കണ്ട, അതുകൊണ്ട് ആ ഒരു നല്ല കുഞ്ഞ് പീസാണേ. നോക്കി കണ്ട, ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ടാൽ. ആദ്യം നമുക്ക് ഈ പെരട്ടിൻ്റെ ഒരു കഷ്ണം കഴിച്ചു നോക്കാം. ചേട്ടൻ പറഞ്ഞു കാറ്ററിംഗ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, പാചകമെല്ലാം അറിയായിരുന്നു. വെറുതെ അറിയായിരുന്നു എന്നല്ല കേട്ടോ, നല്ല മസാല കുക്കാണ്. ഉപ്പും എരിവും എല്ലാം പാകം, ഒന്നും കൂടുതലായിട്ടില്ല. നമുക്ക് ദോശയും കൂട്ടി കഴിച്ചു നോക്കാം. കണ്ട, കൊള്ളാം. പൊറോട്ട ഉണ്ട്. പൊറോട്ട വേണമെങ്കിൽ, പൊറോട്ട ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ വീഡിയോയിൽ പറയുമ്പോൾ നമുക്ക് പൊറോട്ടയാണ് ഇഷ്ടം കമൻറ്റ് ഇട്ട ആളുകളുണ്ട്.
ഇഷ്ടമുള്ളത് കഴിക്കാം, പൊറോട്ട ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം. എനിക്ക് പൊറോട്ടയെക്കാളും ഇഷ്ടം ദോശയും പുട്ടൊക്കെ ആയതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്യുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും. ഉണ്ടാവും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു ചിക്കൻ ഫ്രൈ ഉണ്ട്, അതിന് ഒരു പ്രത്യേക തരം പൊടിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ, വിഴിഞ്ഞം ഫിഷ് ഫ്രൈ എന്നൊക്കെ പറയുന്നില്ല, അതിൻ്റെ കൂടെയൊക്കെ ഈ മുളക് ഇടിച്ച ഒരു മസാലയുണ്ട്. പക്ഷേ ഇവിടുത്തെ അതല്ല, അത് ഭയങ്കര വ്യത്യാസമാണ്. അത് കാണിച്ചു തരാം. എന്താ പുതിനയൊക്കെ ഇട്ട ഒരു കട്ടൻ ചായയും കൂടെ മേടിച്ചേ. ഞാനങ്ങനെ കട്ടൻ ചായ ആയാലും കട്ടൻ കാപ്പി ആയാലും അങ്ങനെ കുടിക്കണ കൂട്ടത്തിലല്ല. പക്ഷേ വീഡിയോയ്ക്ക് വരുമ്പോൾ മിക്കവാറും നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കുടിക്കും. അത് ഇങ്ങനത്തെ ഫുഡിൻ്റെ കൂടെയൊക്കെ ഒരു രസം. നോക്ക്, ചൂട് ചിക്കൻ ഫ്രൈ. നമ്മളിത് ഇതുപോലൊരു ചിക്കൻ പീസ് പൊളിച്ചെടുത്തിട്ടെ ഈ പൊടിക്കകത്തത് ഇങ്ങനെ പൊതിഞ്ഞ് എന്നിട്ട് വേണം കഴിക്കാൻ. ഭയങ്കര വ്യത്യാസമുള്ളൊരു മസാല. അത് ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ മില്ലിൽ കൊണ്ടുപോയി ഈ മുളകെല്ലാം ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കും ആവശ്യത്തിന്. പച്ചമുളകല്ല, മറ്റേ വറ്റൽമുളകില്ലേ, ഉണക്കമുളക്, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൊള്ളാൻ പക്ഷേ നല്ല നല്ല ഭയങ്കര വ്യത്യാസം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ എന്തോ ഒരു സാധനം അതിനകത്തുണ്ട്, നമുക്കത് പിടിയിട്ടിരുന്നില്ല കഴിച്ചു നോക്കിയിട്ട്. അപ്പോൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ, തമ്പുരാൻ തട്ടുകട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ വരുന്നുണ്ടെങ്കിലേ, ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് കോർട്ടായിട്ട് മാറി. നമ്മൾ ഇപ്പോൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് എന്ന് പറയുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ പോർട്ടൊക്കെ വരുന്നതിന് മുമ്പേ മുതൽ വിഴിഞ്ഞത്ത് ഭയങ്കര വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ, വിഴിഞ്ഞം ഫിഷ് എന്നൊക്കെ പറയുന്നില്ല. അതെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ പെരട്ടിയൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇത് പക്ഷേ അതൊക്കെ എത്തണേന് മുമ്പെയാണ് കേട്ടോ ഈ സ്ഥലം. ശരിക്കും നമ്മുടെ ചരിത്രത്തിലും ഭയങ്കര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. പലർക്കും അറിയാത്തൊരു കാര്യമാണ്, ഈ വളരെ പ്രബലമായിട്ട് നിന്ന ഒരു രാജവംശമായിരുന്നു ആയി രാജവംശം. അവരുടെ തലസ്ഥാനമായിരുന്നു വിഴിഞ്ഞം. വന്ന് ഈ കടൽ മാർഗ്ഗമാണല്ലോ, നമുക്ക് അന്നത്തെ നമ്മളെ പോലെ കാറും വണ്ടിയും ബസ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്ന് കടൽ മാർഗ്ഗം വന്ന് രാജാക്കന്മാർ തമ്പടിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു വിഴിഞ്ഞം. പിന്നീട് ഇപ്പോൾ അതാണ് ഈ വിഴിഞ്ഞം പോർട്ടിന് പോലും അങ്ങനെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ന് വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പോർട്ടാണ്, മറ്റൊന്ന് നല്ല കിടിലൻ ഫുഡ് കിട്ടുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ സ്ഥലമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, രതീഷയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവർ ഓർഡർ അനുസരിച്ചിട്ടും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ രതീഷേനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വിഴിഞ്ഞത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു നാടൻ കോഴിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്കിക്കോ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്, വേറൊന്നും പറയാനില്ല. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.